എഡ്യൂക്കേഷൻ അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കേരള PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 50 സയൻസ് ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയുടെ നോക്കുന്നത്. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഫിലമെന്റ് ലാമ്പിൽ ബാഷ്പീകരണം കുറയ്ക്കുവാനായി നിറയ്ക്കുന്ന വാതകങ്ങൾ. ഫിലമെന്റ് ലാമ്പിൽ ബാഷ്പീകരണം കുറയ്ക്കുവാനായി നിറയ്ക്കുന്ന വാതകങ്ങൾ ആർഗൺ, നൈട്രജൻ എന്നീ വാതകങ്ങളാണ് ഫിലമെന്റ് ലാമ്പിൽ ബാഷ്പീകരണം കുറയ്ക്കാനായി നിറയ്ക്കുന്നത്. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാം എന്ന് പ്രസ്താവിച്ച വ്യക്തി. നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാം എന്ന് പ്രസ്താവിച്ച വ്യക്തി ആർക്കിമിഡീസ്. ആർക്കിമിഡീസിൻ്റെ വാക്കുകളാണ് നിൽക്കാൻ ഒരിടവും ഒരു ഉത്തോലകവും തന്നാൽ ഈ ഭൂമിയെ തന്നെ ഞാൻ മാറ്റിത്തരാം എന്നത്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്. ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ് കേവല പൂജ്യം, ആബ്സല്യൂട്ട് സീറോയാണ് ഒരു പദാർത്ഥത്തിലെ എല്ലാ തന്മാത്രയുടെയും ചലനം മുഴുവനായും നിലയ്ക്കുന്ന ഊഷ്മാവ്. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം. ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം അൾട്രാവയലറ്റ് കിരണമാണ് ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന പ്രകാശകിരണം. മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത് ഡാനിയൽ ഗബ്രിയേൽ ഫാരൻഹീറ്റ് ആണ് മെർക്കുറി തെർമോമീറ്റർ കണ്ടുപിടിച്ചത്. വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം ജലമാണ് വിശിഷ്ട താപധാരിത ഏറ്റവും കൂടുതലുള്ള പദാർത്ഥം. സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിന് പിന്നിലെ അടിസ്ഥാന നിയമം ഹൂക്സ് നിയമമാണ് സ്പ്രിംഗ് ബാലൻസിൻ്റെ പ്രവർത്തനത്തിനു പിന്നിലെ അടിസ്ഥാന നിയമം. വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനം റെക്ടിഫിക്കേഷൻ. ഒരേ ദിശയിൽ മാത്രമാക്കുന്ന പ്രവർത്തനം അറിയപ്പെടുന്നത് റെക്ടിഫിക്കേഷൻ എന്നാണ്. ഡ്രൈസെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത് കാഥോഡ് എന്നാണ് ഡ്രൈസെല്ലിലെ നെഗറ്റീവ് ഇലക്ട്രോഡ് അറിയപ്പെടുന്നത്. ക്ലോറിൻ വാതകം നിറച്ച ബൾബിൻ്റെ നിറം എന്തായിരിക്കും? ക്ലോറിൻ വാതകം നിറച്ച ബൾബിൻ്റെ നിറം പച്ചയായിരിക്കും. ക്ലോറിൻ വാതകം നിറച്ച ബൾബ് പച്ച നിറത്തിലായിരിക്കും കാണപ്പെടുക. IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ ജെർമേനിയവും സിലിക്കണുമാണ് IC ചിപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന മൂലകങ്ങൾ. ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത് ഏണസ്റ്റ് റൂഥർഫോർഡാണ് ആൽഫ, ബീറ്റ എന്നീ റേഡിയോ ആക്റ്റീവ് വികിരണങ്ങൾ കണ്ടെത്തിയത്. CT സ്കാൻ കണ്ടെത്തിയത് ഗോഡ്ഫ്രീ ഹൗൺസ്ഫീൽഡ് ആണ് CT സ്കാൻ കണ്ടെത്തിയത്. ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ. 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ മാക്സ് പ്ലാങ്ക് ആണ് ക്വാണ്ടം സിദ്ധാന്തത്തിൻ്റെ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട് 1918 നോബൽ നേടിയ ശാസ്ത്രജ്ഞൻ. പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായി അളന്നത് ഓലെ റോമറാണ് പ്രകാശത്തിൻ്റെ വേഗം ആദ്യമായി അളന്നത്. ആപേക്ഷിക സിദ്ധാന്തത്തിൻ്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവ് ആൽബർട്ട് ഐൻസ്റ്റീൻ ആണ് ആപേക്ഷിക സിദ്ധാന്തം തിയറി ഓഫ് റിലേറ്റിവിറ്റിയുടെ ഉപജ്ഞാതാവ്. ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം ഹിഗ്സ് ബോസോൺ ആണ് ദ്രവ്യത്തിന് പിണ്ഡം എന്ന ഗുണം നൽകുന്ന കണം. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ് ആണ് ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം. പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത്
പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത്? ഗ്ലെൻ സീബോർഗ്. ഗ്ലെൻ സീബോർഗ് ആണ് പ്ലൂട്ടോണിയം കണ്ടുപിടിച്ചത്. ഇന്ത്യയിൽ വിതരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. ഇന്ത്യയിൽ വിതരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി 50 ഹെർട്സ്. 50 ഹെർട്സ് ആണ് ഇന്ത്യയിൽ വിതരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ ആവൃത്തി. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം. സോളാർ സെല്ലുകളുടെ പ്രവർത്തന തത്വം ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവമാണ്. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതികവിദ്യ. വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതികവിദ്യ ഹോളോഗ്രാം. ഹോളോഗ്രാമാണ് വസ്തുക്കളുടെ ത്രിമാന ചിത്രങ്ങൾ എടുക്കുന്ന സാങ്കേതികവിദ്യ. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവൃത്തി. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത്. ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത് ഹൈപ്പർസോണിക്. ഹൈപ്പർസോണിക് എന്നാണ് ശബ്ദത്തേക്കാൾ 5 ഇരട്ടി വേഗത്തെ സൂചിപ്പിക്കുന്നത്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്. കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത് വികിരണം മൂലം. വികിരണം മൂലമാണ് കത്തുന്ന ബൾബിന് താഴെ നിൽക്കുന്നയാൾക്ക് താപം ലഭിക്കുന്നത്. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം ഭൂഗുരുത്വാകർഷണ ബലം. ഭൂഗുരുത്വാകർഷണ ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം. വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം. വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം അഭികേന്ദ്ര ബലം. സെൻട്രിപെറ്റൽ ഫോഴ്സ്. അഭികേന്ദ്ര ബലമാണ് വർത്തുളപാതയിൽ ചലിക്കുന്ന വസ്തുവിന് വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ബലം. ഊർജത്തിൻ്റെ CGS സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ് യൂണിറ്റ്. ഊർജത്തിൻ്റെ CGS യൂണിറ്റ് എർഗ്. എർഗാണ് ഊർജത്തിൻ്റെ CGS യൂണിറ്റ്. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിൻ്റെ നിറം പച്ച. ഗാർഹിക സർക്യൂട്ടിലെ എർത്ത് വയറിന് പച്ച നിറമായിരിക്കും. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസം പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒപ്റ്റിക്കൽ ഫൈബർ വഴി വിവരവിനിമയത്തിന് സഹായിക്കുന്ന പ്രകാശ പ്രതിഭാസമാണ് പൂർണ്ണാന്തരിക പ്രതിഫലനം. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം വീക്ഷണ സ്ഥിരത. ഒരു ദൃശ്യാനുഭവം റെറ്റിനയിൽ 1/16 സെക്കൻഡ് സമയത്തേക്ക് തങ്ങി നിൽക്കുന്ന പ്രതിഭാസം അറിയപ്പെടുന്നത് വീക്ഷണ സ്ഥിരത എന്നാണ്. തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം. തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം ദോലനം. ദോലനം എന്നാണ് തുലനത്തെ ആസ്പദമാക്കി ഒരു വസ്തുവിൻ്റെ ഇരുവശത്തേക്കുമുള്ള ചലനം അറിയപ്പെടുന്നത്. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ്. കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ് വെബർ. വെബറാണ് കാന്തിക ഫ്ലക്സിൻ്റെ യൂണിറ്റ്. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ ക്വാർക്ക് ഗ്ലൂ 1 പ്ലാസ്മ. ക്വാർക്ക് ഗ്ലൂ 1 പ്ലാസ്മയാണ് വളരെ ഉയർന്ന താപനിലയിലുള്ള ദ്രവ്യത്തിൻ്റെ അവസ്ഥ. ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്ററാണ്? ഒരു പ്രകാശവർഷം എന്നത് ഏകദേശം എത്ര കിലോമീറ്ററാണ്? 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്റർ. 9.46 ഇൻറ്റു 10⁻12 കിലോമീറ്ററാണ് ഒരു പ്രകാശവർഷം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം. സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നതിന് കാരണം ചലനജഡത്വം. ചലനജഡത്വം മൂലമാണ് സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പനേരം കൂടി കറങ്ങുന്നത്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. ശൂന്യതയിൽ പ്രകാശത്തിൻ്റെ വേഗം 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ് ആണ്. പ്രകാശത്തിന് ഏറ്റവും കൂടുതൽ വേഗതയുള്ളത് ശൂന്യതയിലാണ്. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം
അമ്മീറ്റർ. അമ്മീറ്ററാണ് വൈദ്യുത പ്രവാഹ തീവ്രത അളക്കുന്ന ഉപകരണം. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത് സമ്പുഷ്ട യുറേനിയം U-235. സമ്പുഷ്ട യുറേനിയമാണ് ന്യൂക്ലിയർ റിയാക്ടറുകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം. ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷനാണ് ഹൈഡ്രജൻ ബോംബിൻ്റെ പ്രവർത്തന തത്വം. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത 1.5 വോൾട്ട്. സാധാരണ ടോർച്ച് സെല്ലിൻ്റെ വോൾട്ടത 1.5 ആണ്. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം 3422 ഡിഗ്രി സെൽഷ്യസ്. 3422 ഡിഗ്രി സെൽഷ്യസ് ആണ് ടങ്സ്റ്റണിൻ്റെ ദ്രവണാങ്കം. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില. തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില -273.15 ഡിഗ്രി സെൽഷ്യസ്. ആബ്സല്യൂട്ട് 0. -273.15 ഡിഗ്രി സെൽഷ്യസ് ആണ് തന്മാത്രകളുടെ ഗതികോർജ്ജം 0 മാറുന്ന താപനില. കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എത്ര? കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ തീവ്രത എത്രയാണ്? 10 ഡെസിബൽ. 10 ഡെസിബലാണ് കഷ്ടിച്ച് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിൻ്റെ തീവ്രത. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ. മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ ഗാൾട്ടൺ വിസിൽ. ഗാൾട്ടൺ വിസിലാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കാത്ത വിധത്തിലുള്ള ഉയർന്ന ആവൃത്തിയിലുള്ള ശബ്ദം പുറപ്പെടുവിക്കുന്ന വിസിൽ. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ. ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് വിശിഷ്ട താപധാരിതയുടെ യൂണിറ്റ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. ഇത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും എന്നത് ന്യൂട്ടൻ്റെ എത്രാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്? 3-ാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കുമെന്നത് ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമവുമായി ബന്ധപ്പെട്ടതാണ്. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം എത്രയായിരിക്കും? 0 ആയിരിക്കും. തറയിൽ ഇരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജ്ജം 0 ആയിരിക്കും. 2 വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം ഡാഷ് ആകുന്നു. 2 വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം ഡാഷ് ആകുന്നു, 4 മടങ്ങാകുന്നു. 2 വസ്തുക്കളുടെ പിണ്ഡം ഇരട്ടിയായാൽ അവ തമ്മിലുള്ള ആകർഷണ ബലം 4 മടങ്ങാകുന്നു. കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിൻ്റെ പൂർണ്ണരൂപം. കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിൻ്റെ പൂർണ്ണരൂപം സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ്. സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്നതാണ് കടലിൻ്റെ ആഴം അളക്കുന്ന ഉപകരണമായ സോണാറിൻ്റെ പൂർണ്ണരൂപം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.